ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണ സംവിധാനം, കേരള ഗവേണൻസ്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നും മൂന്നും മാത്രമാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. തെറ്റാണ്. നിലവിൽ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ ആണ്. ജസ്റ്റിസ് എസ് മണികുമാർ. ഓക്കെ. എസ് ബാലരാമൻ, ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ശരി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാർ. സെലക്ടഡ് ഗവർണറുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അംഗങ്ങൾ ആരൊക്കെയാണ്? ശ്രീ കെ ബൈജുനാഥ്, ശ്രീമതി വി കെ മീനാകുമാരി. സെക്രട്ടറി ശ്രീ വിജയകുമാർ ടി. മുഖ്യ കാര്യ നിർവഹണ ഉദ്യോഗസ്ഥൻ വിജയകുമാർ ടി. ഓക്കെ. നിലവിൽ NHRC ചെയർമാൻ ആരാണ്? ശ്രീ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. അരുൺ കുമാർ മിശ്ര. 11 ഡിസംബർ 1998. 11 ഡിസംബർ 1998. 11th December 1998. സെക്ഷൻ 21(1) ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, സെൻട്രൽ ആക്ട് 10 ഓഫ് 1994. നിയമസ്ഥാപനം കോസി ജുഡീഷ്യൽ സ്ഥാപനം. ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC 1993 ഒക്ടോബർ 12 സ്ഥാപിതമായി. ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC 1993 ഒക്ടോബർ 12 സ്ഥാപിതമായി. ആദ്യ ചെയർമാന് ജസ്റ്റിസ് പരീത് പിള്ള. ആദ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ എസ് ബലരാമനും ടി കെ വിൽസണും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാന് ജസ്റ്റിസ് ശ്രീ രംഗനാഥ മിശ്ര. നിലവിലെ ചെയർമാന് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആയ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓക്കെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? മുകളിൽ പറയുന്നവ എല്ലാം ശരിയാണ്. ചെയർമാനായി നിയമിക്കപ്പെടുന്നത് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയോ ജഡ്ജിയായോ സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. ഒരു അംഗം ഹൈക്കോടതി ജഡ്ജിയായോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ കുറഞ്ഞത് ജില്ലാ ജഡ്ജി എന്ന രീതിയിൽ 7 വർഷം എങ്കിലും സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. ഒരു അംഗം മനുഷ്യാവകാശ സംബന്ധമായ വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള ആളായിരിക്കണം. ഓക്കെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. ചെയർമാനായി നിയമിക്കപ്പെടുന്നത് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയോ ജഡ്ജിയായോ സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. ഒരു അംഗം ഹൈക്കോടതി ജഡ്ജി ആയോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ കുറഞ്ഞത് ജില്ലാ ജഡ്ജി എന്ന രീതിയിൽ 7 വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. ഒരു അംഗം മനുഷ്യാവകാശ സംബന്ധമായ വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള ആളായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിലെ ലിസ്റ്റ് 2, ലിസ്റ്റ് 3 എന്നിവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും എൻട്രികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന കമ്മീഷനു മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കാരണം എന്താണ്? നിയമപ്രകാരമുള്ള പരാതികൾ അന്വേഷിക്കുമ്പോൾ CPC 1908 പ്രകാരം ഒരു കേസ് വിചാരണ ചെയ്യുന്ന ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും കമ്മീഷനുണ്ട്. താഴെ പറയുന്നവരിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? സംസ്ഥാന ഗവർണർ. അപ്പോൾ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? സംസ്ഥാന മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന ഗവർണർ ഉൾപ്പെടുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ സെലക്ഷൻ സംസ്ഥാനം മുഖ്യമന്ത്രി അധ്യക്ഷൻ, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തര വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ അംഗങ്ങൾ. ദേശീയ തലത്തിലോ? പ്രധാനമന്ത്രി അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. സംസ്ഥാനം നിയമനം സംസ്ഥാന ഗവർണറാണ് നടത്തുന്നത്. ദേശീയ നിയമനം പ്രസിഡന്റാണ് നടത്തുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാന് മുഖ്യമന്ത്രി അല്ലേ? മുഖ്യമന്ത്രി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഇന്ന് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് 1993 സെപ്റ്റംബർ 28. ആക്ട് നമ്പർ 10 ഓഫ്
1994 എന്നറിയപ്പെടുന്നു. ആക്ട് നമ്പർ 10 ഓഫ് 1994 എന്നറിയപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് 1993 ഒക്ടോബർ 12, 1993 ഒക്ടോബർ 12. കേരള സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണം കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് 1998 ഡിസംബർ 11, 1998 ഡിസംബർ 11. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ്. സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നത് ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നത് സെക്രട്ടറി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. NHRC consists of a chairperson, 5 full-time members and 7 deemed members, ex officio members. 7 സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർ NHRCയിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓർ ഡീംഡ് മെമ്പേഴ്സ് ആണ്. അവരേതൊക്കെയാണ്? ദേശീയ പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് താഴെ പറയുന്നതിൽ ആർക്ക്? കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളിലെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. മുമ്പ് അറിയപ്പെട്ടിരുന്നത് സർദാർ പട്ടേൽ ഭവൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.